നല്ല സിമ്പിളായിട്ട് ചിക്കൻ വെക്കുന്ന കണക്കിന് തന്നെ നമുക്ക് ബീഫ് ഒന്ന് വെച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ ഫുൾ വീഡിയോ കാണണേ, ആരും സ്കിപ്പ് ചെയ്യേണ്ട. ഒരു 4 സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ ജീരകം, കറുവപ്പട്ട, കുരുമുളക്, ഏലക്കയും കൂടെ ജസ്റ്റ് ഒരു പാനിലിട്ട് നമ്മൾ ചൂടാക്കി എടുത്തത്. ഇത് ചൂടാക്കിയാൽ മാത്രം പോരാട്ടോ, നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നല്ല തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു 4 മുളകും കൂടെ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ നമ്മുടെ ബീഫിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകി വെച്ച് ബീഫിലേക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ ബീഫ് മസാല. ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുഴച്ചതിന് ശേഷം ഒന്ന് ചിരിക്കൂ. അങ്ങനെ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കണം. നമ്മൾ ഉരുളിയിൽ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ഉരുളിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുമായിരിക്കും കേട്ടോ. ഉരുളി ചൂടിയതിന് ശേഷം എണ്ണ ഒഴിക്കുക, അരിഞ്ഞിട്ട് സവാള ഇടുക, പച്ചമുളക് ഇടുക, നന്നായിട്ട് വഴച്ചെടുക്കുക, ഉപ്പിട്ട് വഴച്ചു കേട്ടോ. പിന്നെ തക്കാളി ഇടുക, കറിവേപ്പില ഇടുക. അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി കൂടെ പേസ്റ്റാക്കി വെച്ചത് ഇടുക. ഓൾറെഡി റെഡിയാക്കി വെച്ച് നമ്മൾ കുരുമുളകിൻ്റെ പേസ്റ്റും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് അത്രേ ഉള്ളൂ. പിന്നെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും അച്ഛൻ്റെ ഇവിടെ തേങ്ങക്കൊത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കറിയിലിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടിങ്കുത കറി ആയോ ചോദിച്ച് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു പീസ് തേങ്ങ അവന് കൊടുത്തു. ദെൻ നമ്മൾ പീസാക്കി വെച്ച് നമ്മുടെ തേങ്ങാക്കൊത്ത് അത് നേരെ നമ്മളൊരു പാനിലിട്ട് ചൂടാക്കി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും നമ്മൾ അതൊന്ന് അടച്ചിട്ട് വേവിക്കുക കേട്ടോ, വെള്ളം ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ഇത് നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു ഗൈസ്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. നല്ലൊരു 2 പൊറോട്ടയും കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കളറായി കേട്ടോ. പക്ഷേ പൊറോട്ട ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബീഫ് കറി ഉണ്ടാക്കണേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ഇത്രേ ഉള്ളൂ.